അപ്പൊ നിങ്ങളുടെ വരാനിരിക്കുന്ന ഓണം എക്സാമിന്റെ സിലബസ് എവിടെ വരെ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാപ്റ്റേഴ്സ് സൗണ്ട് വേവ്സ്, ലെൻസസ്, വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻസ്, ഈ 3 ചാപ്റ്റർ ആണുള്ളത്. ഓക്കെ, മാഗ്നറ്റിക് എഫക്ട് തീരെയില്ല. വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ കംപ്ലീറ്റ്ലി ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ എവിടെ വരെയാണ് കഴിഞ്ഞ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്റെ ഇവിടെ എന്തുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം എവിടെ വരെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നോക്കാം, ഇതാണ് നിങ്ങളുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ സൗണ്ട് വേവ്സ് നമുക്കറിയാം കംപ്ലീറ്റ് ചാപ്റ്റർ ആണ് അല്ലെ. സൗണ്ട് വേവ്സ്, ലെൻസസ്, എൻറ്റയർ ചാപ്റ്റർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, വേവിന്റെ പിക്ചർ തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. ഓക്കെ, പിന്നീട് റെസണൻസ്. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷനിലെ റെസണൻസ് എപ്പോഴാണ് നടക്കുക, കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, പിന്നീട് വേവ് മോഷൻ, നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ വേവ്, അതുപോലെ ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ സഞ്ചരിക്കാൻ മീഡിയം വേണ്ട. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിനെ സഞ്ചരിക്കാൻ മീഡിയം വേണം അല്ലെ, ട്രാവൽ ചെയ്യാൻ മീഡിയം വേണം. സൗണ്ട് വേവ് ഒരു മെക്കാനിക്കൽ വേവ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. യെസ്. അപ്പൊ ആ പാർട്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പിക്ചർ തന്നിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ പിക്ചർ തന്നിട്ട് ഇതിന് ടൈം പീരീഡും ഫ്രീക്വൻസി ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളമാണ് നിങ്ങളുടെ എക്സാമിന് പോകാൻ. ഇതിന് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അതുപോലെ ഇതിൽ കുറച്ച് തിയറി പാർട്സ് ഉണ്ട് അല്ലെ. റിഫ്ലക്ഷൻ, റിവർബറേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട്, റിഫ്ലക്ഷൻ, റിവർബറേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട്. അതുപോലെ ഓഡിബിലിറ്റി റേഞ്ച്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് തരുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോ ഓക്കെ, അതുപോലെ അൾട്രാസോണിക് വേവ്സിന്റെ യൂസ് മറന്നു വരുന്നത് എന്തൊക്കെയാണ്? സ്മോൾ സ്റ്റോൺസ് ക്രഷ് ചെയ്യാനേ, അതുപോലെ ഫിസിയോതെറാപ്പി. ഓക്കെ, പിന്നെ ഇന്റേണൽ ഓർഗൻസിന് ഇമേജസ് എടുക്കാനേ. ഓക്കെ, പിന്നെ സൈസ്മിക് വേവ്സ്. ഓക്കെ, സൈസ്മിക് വേവ്സ്, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സൈസ്മിക് വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈസ്മിക് വേവ്സ് മുഖേനയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളത് മെഷർ ചെയ്യുന്നത് റിക്ടർ സ്കെയിലൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, പിന്നീട് ലെൻസസിലോട്ട് വരുമ്പോൾ ലെൻസസിന്റെ ഇമേജ് ഫോർമേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, കോൺകേവ് ലെൻസിന്റെ ഒറ്റ ടൈപ്പേ ഉള്ളൂ, ഇറക്റ്റ്, വിർച്വൽ, ഡിമിനിഷ്ഡ് ഇമേജ്. ഓക്കെ, കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ്. ഓക്കെ, ഇതാ ഇവിടെ നോക്ക്. ഇനിയോ കോൺവെക്സ് ലെൻസിലോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കേസും റിയൽ ഇൻവേർട്ടർ ആണ് എക്സെപ്റ്റ് 1 കേസ്. ഏതാണ് ആ കേസ്? വെൻ ദ ഒബ്ജക്ട് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. ഈ കേസ് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് വിർച്വൽ ഇമേജ് തരുന്ന ഒരേ ഒരു കേസ്, അത് ഇതാണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇമേജ് ഫോർമേഷൻസ്, അതുപോലെ ലെൻസ് ഇക്വേഷൻ 1/f = 1/v - 1/u, ആ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ ടെലസ്കോപ്പ്, അതുപോലെ മൈക്രോസ്കോപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും, ഇതിൽ ആരാണ് ഒബ്ജക്റ്റീവും ഐപീസും തമ്മിലുള്ള ഡിഫറൻസ്, ആർക്കാണ് കൂടുതൽ ഫോക്കൽ ലെങ്ത് കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്. പിന്നീട് ഈ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതിൽ എവിടെ വരാന്ന് ചോദിച്ചാൽ സ്പെക്ട്രം വരെ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വരെ. ഓക്കെ, സോ ഇതിന്റെ ഡിസ്പേർഷൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഈ വിബ്ജിയോർ, ഇതിന്റെ വേവ് ലെങ്ത് കംപ്ലീറ്റ്ലി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വേവ് ലെങ്ത്, വയലറ്റിന്റെ വേവ് ലെങ്ത് 380 to 440 നാനോമീറ്റർ അങ്ങനെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഓർഡർ അറിയണം. വയലറ്റിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത്, റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. റെഡിനായിരിക്കും ഏറ്റവും കുറവ് ഡീവിയേഷൻ നടക്കുക എന്നുള്ള കാര്യമെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അവിടുന്ന് വന്നിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇതുവരെയാണ് ചോദിച്ചു കണ്ടുള്ളത്. ഇതിൽ ഇൻക്ലൂഡിങ് UV, ഇൻഫ്രാറെഡ്, ഇതിന്റെ എഫക്ട്സ്. ഓക്കെ, ഇൻഫ്രാറെഡ് ഹീറ്റ് വേവ്സ് ആണ്. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അവിടെ വരെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നോക്ക്, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഹ്യൂമൻ ആയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പിന്നീട് സൗണ്ട് വേവ്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ലെൻസ് ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, റെസൊണൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് നമ്മളെ യൂട്യൂബിലുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നീടോ യെസ്, പിന്നീട് സൗണ്ട് വേവ്സ്. ഓക്കെ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, സൗണ്ട് വേവും ലെൻസിനും ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഹ്യൂമൻ ആയിന്ന്. ഓക്കെ, സ്പെക്ട്രത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ കാണിച്ചു തരാം. സ്പെക്ട്രം വരെ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഒബ്ജക്റ്റ് ഈസ് അറ്റ് 2f of convex lens, ഡ്രോ ദ റേ ഡയഗ്രാം. ഓക്കെ, റേ ഡയഗ്രാം വരക്കാനൊക്കെ പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, യെസ്. നോക്ക്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോളാർ റേഡിയേഷൻ. അതായത് അറേഞ്ച് ദ ഫോളോയിങ് റേഡിയേഷൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇത് വേവ് ലെങ്തിനനുസരിച്ചും ഫ്രീക്വൻസിക്ക് അനുസരിച്ചും
എഴുതാൻ അറിയണം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് വിബ്ജിയോർ അല്ലെങ്കിൽ ഗാമ എക്സ് യു വി വിബ്ജിയോർ ഇൻഫ്രാറെഡ് റേഡിയോ വേവ്സ്, അത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഒരു ഓർഡർ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചോ അത് അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും അല്ലെ. യെസ്, അപ്പോൾ ആ കാര്യങ്ങൾ. ഓക്കെ, റൈറ്റ് ഓൺ യൂസ് ഓഫ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ, അതുപോലെ വിച്ച് സോളാർ റേഡിയേഷൻ ഈസ് ഹെൽപ്ഫുൾ ഇൻ ബേണിംഗ് പേപ്പർ, ഹീറ്റ് വേവ് ഏതാ, അത് നമ്മളെ ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ ആ കാര്യങ്ങൾ. ഓക്കെ, ഇതുവരെയാണ് ചോദിച്ചു കണ്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, പ്രൈമറി ആൻഡ് സെക്കൻഡറി കളേഴ്സ്. ഇവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മുടെ സിലബസ്. പറയുമ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വരെ കംപ്ലീറ്റ് തറവാക്കി പഠിച്ചിട്ട് പോവാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇൻക്ലൂഡിങ് അതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, ബാക്കി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ് ഈ പാർട്ട് വായിച്ചിട്ട് പോകാം. ഓക്കെ, സ്കൂളിൽ ഇത് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഫ്രം സേഫ് സൈഡിൽ അവർ എടുക്കുന്നതാണ്. സോ ഇവിടെ വരെ നിങ്ങൾ താരമാക്കി പഠിക്കണം. ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓണം എക്സാം അടിപൊളിയാക്കി എഴുതുക. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ 40 മാർക്കും എഴുതാം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കണ്ടു നോക്ക്. ഓക്കെ, നമുക്കറിയാം 3 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സൗണ്ട് വേവ്സ് മോസ്റ്റ്ലി തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ടൈം പീരീഡ് വേവ് ലെങ്ത് ഒക്കെ കാണിക്കുന്ന V=F യൂസ് ചെയ്യുന്ന ചെറിയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെയോ ലെൻസിൽ നിന്ന് നമുക്ക് ഇമേജ് ഫോർമേഷൻ വരക്കാൻ അറിയണം. ഓക്കെ, അത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ നോക്കി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ റെസൊണൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെയോ അല്ലാന്നുണ്ടെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമ്മളെ ഹിയറിംഗ് ഓഡിബിലിറ്റി റേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് ഈസി ആയിട്ടുള്ളത് എന്ന് നോക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ ഓണം എക്സാമിന് ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ സിലബസ് അറിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടാം. ഓൾ ദി ബെസ്റ്റ്.